എല്ലാവർക്കും സ്വാഗതം. ഇത് രസ്യ വിരുന്ന്. എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ സ്പെഷ്യൽ ഓണാശംസകൾ. അപ്പോൾ ഞങ്ങളിവിടെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇല കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പ്ലേറ്റിലാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഞങ്ങളുടെ പ്ലേറ്റിൽ എന്തൊക്കെയാണ്. അതൊരു മിനി സദ്യയാണ് കേട്ടോ ഇത്. ചോറ്, സാമ്പാർ, ഇഞ്ചി അച്ചാർ, പുളിശ്ശേരി, ക്യാബേജ്, അവിയൽ, വെള്ളരിക്ക പച്ചടി, ഓലൻ, പിന്നെ സൈഡിൽ ജസ്റ്റ് തൈര്, പിന്നെ പായസം, സേമിയ പായസം, നാരങ്ങ അച്ചാർ, പപ്പടം. അപ്പോൾ ഈ ഫുൾ പ്ലേറ്റിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് അവിയലും പിന്നെ അതിന് ശേഷം ഓലൻ. അപ്പോൾ ഓലൻ ഈ അടുത്തൊരു എൻ്റെ കോസിസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ബെസ്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നതും ഓലനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓലൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് വൻപയർ ഇവിടെ പ്രഷർ കുക്കറിൽ ഒരു 4 to 5 വിസിൽ നമുക്ക് കിട്ടുന്ന എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇവിടെ ഇതിലൊരു 5 വിസിലിന് ഇത് വെന്ത് കിട്ടി. പിന്നെ വേണ്ടത് എരിവിന് പാകത്തിനുള്ള പച്ചമുളക്. ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളതാണ് തേങ്ങാപ്പാൽ. ഒരു 3/4 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇത് 1/4 പാൽ, 1 ഗ്ലാസ് കഷ്ടിയേ ഉള്ളൂ. പിന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന 2, 3 പാലും കൂടെ മിക്സ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കൽച്ചട്ടിക്കകത്തോട്ട്. കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ലേശം മതി. പാകത്തിന് ഉപ്പ്. ഇനി നമുക്കിത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുമ്പളം നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് വെന്തിട്ടില്ല. അപ്പോൾ വെന്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെന്തെങ്കിലും വേവ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി വെന്ത് കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ. ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വൻപയർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2/4 പാലിൻ്റെ ബാക്കി കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും കറക്റ്റായിട്ട് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ കുമ്പളം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, കഷ്ണമായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ അതിൻ്റെ വേവ് ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ നല്ലോണം തിളച്ച് വന്നു, നല്ല കുറുകായി. കുമ്പളങ്ങയും വൻപയറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കണം. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കണ്ട. ഇപ്പം നമ്മുടെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്യാം.